നമസ്കാരം. ഗ്രേപ്സ് BSA പ്രോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ IPEMRൻ്റെ വളരെ രസകരമായ ടൂളാണല്ലോ BSA എന്ന് പറഞ്ഞ ബെഡ് സൈഡ് അസിസ്റ്റൻറ്റ് സോഫ്റ്റ്വെയർ. നമ്മുടെ സ്മാർട്ട് ഫോണിലും ടാബ്ലറ്റിലുമൊക്കെ ആയിട്ടാണ് ഹോസ്പിറ്റലിൽ ഇത് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിതിനെക്കുറിച്ച് സംസാരിച്ച് നിർത്തിയത് നമ്മുടെ ഇനിഷ്യൽ അസസ്മെൻറ്റും കെയർ പ്ലാനും ഒക്കെ എൻട്രി ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പേജിലേക്കാണ് ഇത് തുറക്കുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്മളെ ഡൈവേർട്ട് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നത്? ഡെസ്ക്ടോപ്പിൽ വർഷങ്ങളായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മുടെ പേഷ്യൻ്റെ ഫയൽ നഴ്സിംഗ് സ്റ്റേഷനിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഏറ്റവും ടോപ്പ് ലെഫ്റ്റിലെ ബട്ടൺസ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അതിലേക്ക് പോകാനായിട്ട് പറ്റും. നിങ്ങൾ ഫെമിലിയറാണ് ആ കാര്യത്തിൽ. BSAയിൽ പേഷ്യൻ്റെ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ടൻസ് എല്ലാം ഹിസ്റ്ററി അവിടെ റീഡ് ചെയ്യാൻ പറ്റും. ഇനിഷ്യൽ അസസ്മെൻറ്റും കെയർ പ്ലാനും ഒക്കെ. അവിടെ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് മെനു എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ പ്രസ് ചെയ്താൽ കുറേ അധികം ഫങ്ഷണൽ മെനൂസ് കിട്ടും. അപ്പോൾ ആ ഫങ്ഷണൽ മെനൂസിൽ ആദ്യത്തെ മെനു ആണ് ഇനിഷ്യൽ അസസ്മെൻറ്റ്. ഇതൊരു നേഴ്സാണ് ആദ്യം ഒരു പേഷ്യൻ്റ് അഡ്മിഷൻ ഡെസ്കിൽ നിന്ന് നമ്മുടെ നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് എത്തിപ്പെടുന്നതെങ്കിൽ ഈ ഇനിഷ്യൽ അസസ്മെൻറ്റ് എന്ന പ്രോസസ്സിൽ കൂടെ കടന്നു പോകാനായിട്ട് എൻട്രി ചെയ്യുന്നതെങ്കിൽ അത് നേഴ്സസിൻ്റെ ഇനിഷ്യൽ അസസ്മെൻറ്റായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ആ ടൈം സ്റ്റാമ്പും ഡേറ്റും എല്ലാം വെച്ച് സേവ് ആകുന്നുണ്ടാവും. അതിനുശേഷം ഡ്യൂട്ടി ഡോക്ടറോ അതർവൈസ് ആ സ്പെഷ്യാലിറ്റി ഡോക്ടറോ ഫസ്റ്റ് വിസിറ്റ് എത്തി ഇനിഷ്യൽ അസസ്മെൻറ്റ് നടത്തുമ്പോൾ ആ ഡോക്ടറുടെ ലോഗിൽ നിന്നായതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും അവിടെ ആ ഡോക്ടേഴ്സ് ഇനിഷ്യൽ അസസ്മെൻ്റായിട്ട് തന്നെ അത് രേഖപ്പെടുത്തപ്പെടുകയും ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ ഈ 2 ടൈം സ്റ്റാമ്പുകളും കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും. സോ അത് ആ ഒരു എൻട്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും വിധത്തിനകത്ത് എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പേഷ്യൻ്റെ ഫയൽ ഓപ്പൺ ചെയ്ത് കാണുന്ന ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ആ കാണുന്ന കണ്ടൻറ്റ് തൊട്ടുമുള്ളൊരു എഡിറ്റ് ബട്ടൺ ഇരിപ്പുണ്ട്. നമുക്കതിനകത്ത് വരുന്ന ചേഞ്ചസ് വരുത്താം. അത് ലോഗ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. മുൻപ് എന്തായിരുന്നു റെക്കോർഡ്, നമ്മൾ എങ്ങോട്ടാണ് ചേഞ്ച് ചെയ്തത് എന്നവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. സോ നമുക്ക് അടുത്തത് എങ്ങനെയാണ് ആ കെയർ പ്ലാൻ ഫിക്സിങ് എന്നതെന്ന് നോക്കാം അടുത്ത വീഡിയോയിൽ.